എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡ്വർട്ടോറിയലിനെ കുറിച്ചാണ്. അഡ്വർട്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇതൊരു മിക്സ് ആണ്. അഡ്വർടൈസ്മെന്റും എഡിറ്റോറിയലും കമ്പൈൻ ചെയ്തിട്ട ഒരു കണ്ടന്റ്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ആഡ് ആണ്, ബട്ട് അത് ന്യൂസ് പോലെ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കൽ പോലെ പ്രസന്റ് ചെയ്യും. അതുകൊണ്ടാണ് അഡ്വർട്ടോറിയൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ മെയിൻ ഐഡിയ എന്താണെങ്കിൽ ബ്രാൻഡ് ഓർ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ബട്ട് ഡയറക്റ്റ് ആഡ് പോലെ ബൈ ദിസ് ബൈ ദാറ്റ് എന്ന് പറയാതെ ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പോലെ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കൽ വരും, ബെസ്റ്റ് സ്കിൻ കെയർ ടിപ്സ് എന്ന്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്പെസിഫിക് ബ്രാൻഡ് മെൻഷൻ ചെയ്യും, അതിന്റെ ബെനിഫിറ്റ്സ് പറയും. അത് ആക്ച്വലി ഒരു അഡ്വർട്ടോറിയൽ ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തായെങ്കിൽ ഓഡിയൻസ് ഈസിലി അക്സെപ്റ്റ് ചെയ്യും. നോർമൽ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും. പക്ഷെ അഡ്വർട്ടോറിയൽ കാണുമ്പോൾ അത് ജെന്യൂൻ ഇൻഫോർമേഷൻ പോലെ തോന്നും. അതുകൊണ്ട് ട്രസ്റ്റ് കൂടുതൽ ഉണ്ടാകും. ബട്ട് ഇവിടെ ഒരു സ്മോൾ പ്രോബ്ലം ഉണ്ട്. ചില സമയം ഓഡിയൻസ് കൺഫ്യൂസ് ആകും, ഇത് ആഡ് ആണോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് എത്തിക്കലായി നോക്കുമ്പോൾ ക്ലിയർ ആയി മെൻഷൻ ചെയ്യണം, ഇത് സ്പോൺസേർഡ് ആണോ അതോ അഡ്വർടൈസ്മെന്റ് ആണോ എന്ന്. ഇല്ലെങ്കിൽ അത് മിസ്ലീഡിംഗ് ആവും. ഡിജിറ്റൽ മീഡിയയിൽ ഇപ്പോൾ അഡ്വർട്ടോറിയൽ വളരെ കോമൺ ആണ്. ബ്ലോഗ്സ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, യൂട്യൂബ് വീഡിയോസ് എല്ലാം യൂസ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസേഴ്സ് പോലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അതൊരു ടൈപ്പ് അഡ്വർട്ടോറിയൽ ആണ്. ഫൈനലി പറഞ്ഞാൽ അഡ്വർട്ടോറിയൽ ഒരു സ്മാർട്ട് മാർക്കറ്റിംഗ് ടെക്നിക് ആണ്. ഇതിൽ സ്റ്റോറി ടെല്ലിംഗ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും, ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യും വിത്തൗട്ട് ഫോഴ്സിങ്. അതുകൊണ്ട് ഇതൊരു മോഡേൺ മീഡിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.